ഹലോ, കാശി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരു കിടിലൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന 5 ഇതിലുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂവില്ലേ, അതുകൊണ്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ്. മുടി കൊഴിച്ചിലിനും മുടിക്ക് നല്ല കറുപ്പ് കളർ നൽകാനും ഒക്കെ നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ എണ്ണ മുറുക്കി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുപോലെ ചെമ്പരത്തിയുടെ ഇല നമ്മൾ താളിയായിട്ട് മുടിക്കൊരു ഷൈനിങ് നൽകാൻ വേണ്ടി താളിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ 2 പൂവും കൂടി ഇട്ടായിരിക്കും വെള്ളം തിളപ്പിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ സാധാരണ ഈ കൗമാരപ്രായക്കാരിലൊക്കെ കണ്ടുവരുന്ന അനീമിയ അല്ലെങ്കിൽ വിളർച്ച അതൊക്കെ മാറുമെന്നാണ്, ഈ വെള്ളം ഡെയിലി കുടിച്ചാൽ അതൊക്കെ മാറുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ വെള്ളം ഡെയിലി കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് നിറം വർദ്ധിക്കുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മൾ ചെമ്പരത്തിപ്പൂ കൊണ്ട് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കുറേ പൂ കിട്ടി, പക്ഷെ നമുക്കൊരു 5 പൂവാണ് ഇവിടെ ആവശ്യമുള്ളത്. ഒരു 3 ഗ്ലാസ് ജ്യൂസിൻ്റെ കണക്കിനാണ് ഞാൻ ഇവിടെ 5 പൂവ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ജ്യൂസ് വേണോ എന്നതിനനുസരിച്ച് പൂവിൻ്റെ അളവ് മാറ്റിയാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഈ ഇതളുകളാണ് നമ്മൾ ജ്യൂസിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ എല്ലാ ഇതളുകളും ഇതുപോലെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല റെഡ് കളർ ആ വെള്ളത്തിലേക്കാവും. പൂവിൻ്റെ കളറൊക്കെ മാറി പൂവൊക്കെ വാടി വേറൊരു കളറായി, കണ്ടോ? ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിനാവശ്യമുള്ളത് 2 ചെറുനാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയാണ്. അത് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ആ ജ്യൂസില്ലേ, അതിൽ നിന്നും ആ ഇതളുകളൊക്കെ ഒന്ന് മാറ്റി നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ചെമ്പരത്തിപ്പൂ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന 1 സ്പൂൺ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ചെമ്പരത്തിപ്പൂ ജ്യൂസ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്